തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി സ്പീക്കർ എൻ ഷംസീർ പ്രഖ്യാപിച്ചു. അലക്ഷ്യമായി മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പരിപാലിക്കാൻ വ്യാപാരികൾ കൈകോർക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി സ്പീക്കർ എൻ ഷംസീർ പ്രഖ്യാപിച്ചു. നഗരസഭാ പരിധിയിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ തള്ളുന്ന കടൽപ്പാലം പരിസരത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൃത്യമായ പരിശോധനകൾ നടത്തണം. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. നഗരസഭ ചെയ്യേണ്ട കാര്യം ഇവിടെ കർക്കശമായ നിലപാട് സ്വീകരിക്കണം. ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ സ്വയം തയ്യാറാവുന്നില്ലെങ്കിൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കും മാത്രമേ അവർ മാറുകയുള്ളൂ. ശക്തമായ പെനാൽറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. നഗരസഭയുമായും നഗരസഭയുടെ ശുചിത്വ പ്രഖ്യാപനവുമായി സഹകരിക്കാത്തവർക്ക് നേരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ഏതെങ്കിലും തരത്തിൽ ജനപ്രതിനിധികൾ അതിൽ ഇടപെടാനും പാടില്ല. എൻ്റെ വാർഡിലെ ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്, അതുകൊണ്ടൊന്ന് ലേശം ഇളവ് കൊടുക്കണം. ഇങ്ങനെ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നവർ ഈ നാടിൻ്റെ ശത്രുക്കളാണ്. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പം നഗരസഭ അതിനനുബന്ധമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിച്ച് ആര് പോയാലും അവർ ഈ നാടിൻ്റെ ശത്രുക്കളാണ്. അവരാ നിലയിൽ കാണാൻ നഗരസഭയും നഗരസഭ ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവണം. നഗരസഭയിലെ 52 വാർഡുകളും ശുചിത്വ വാർഡുകളായും ആകെയുള്ള 464 അയൽക്കൂട്ടങ്ങളെയും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെയും വിദ്യാലയങ്ങളെയും ഉൾപ്പെടെ ഹരിത ഇടങ്ങളായും പ്രഖ്യാപിച്ചു. നഗരസഭാ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ KM ജമുന റാണി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ MV ജയരാജൻ, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, മുൻ നഗരസഭാ ചെയർമാൻ CK രമേശൻ, സ്ഥിരം സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.